ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും, മഷ്റൂം അല്ലെങ്കിൽ കുമിൾ എന്ന് പറയും. അപ്പോൾ ഇത് മിൽക്ക് അല്ലെങ്കിൽ പാൽക്കുമിൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുത്തത്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലാണ്ട് ഇപ്പം അല്ലാതെ വ്യവസായമായിട്ട് കുടിൽ വ്യവസായമായിട്ട് നടത്തുന്ന കുറേ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളിടത്തുനിന്ന് നിങ്ങളിത് വാങ്ങിക്കുക. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയൊന്നും ആകില്ല. നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് ഒരു ഡിഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അതനുസരിച്ച് വാങ്ങിച്ചാൽ മതിയാകും. ഞാൻ അതിൻ്റെ ഹാഫ് പോർഷനാണ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഹാഫ് പോർഷൻ കുമിള് അല്ലെങ്കിൽ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന വീഡിയോ മഷ്റൂം മസാലയാണ്, അല്ലെങ്കിൽ മസാല മഷ്റൂം, അങ്ങനെ നമുക്ക് പൊട്ടറ്റോ മസാല എന്നൊക്കെ പറയുന്ന പോലെ മഷ്റൂം മസാല. അപ്പോൾ അതിന് ഞാനിവിടെ കുമിള് എടുത്തിട്ടുണ്ട്. ഈ കുമിള് ജസ്റ്റ് നമുക്കിങ്ങനെ പെട്ടെന്ന്, ഇത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം മഷ്റൂം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ: സവോള, പച്ചമുളക്, മല്ലിയില, ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ഇതൊന്ന് നമ്മൾ സ്മാഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണം നമുക്കിത് ചേർക്കാനായിട്ട്. പിന്നെ ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, 2 ചെറിയ സവോള, വലിയ സവോളയാണെങ്കിൽ ഒരു സവോള മതിയാകും, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എണ്ണ ഒഴിച്ചേക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിലേക്ക് ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ വഴനയില അല്ലെങ്കിൽ ബേ ലീവ്സ് എന്ന് പറയും, നമുക്ക് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചത്, പിന്നീട് കറിയാമ്പൂ അല്ലെങ്കിൽ ഗ്രാമ്പൂ എന്ന് പറയും. അപ്പോൾ പിന്നെ പട്ട, ഇത്രയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് സവോള, ചെറുതായിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റി വരുന്ന സമയത്തിന് നമുക്ക് ഈ മഷ്റൂം ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. രണ്ടായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വഴറ്റുക. ഈ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഒരു പിഞ്ച് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വരുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാവും. ഇതിപ്പം അതിൽ നിന്ന് ആ കുമിളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് അതെല്ലാം ചെറുതായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇപ്പോൾ എത്രയുണ്ട് ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് എടുക്കുക, മഷ്റൂം അല്ലെങ്കിൽ കുമിള് എടുക്കുക. ഇതിന് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സവോളയിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടാം. നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 പിഞ്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിനി പൊടികൾ എല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയും നമുക്കതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ജീരകം ഇടുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് അത് നമുക്ക് നടുക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സമയത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നിങ്ങൾക്ക് ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. ഇത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇതിൻ്റെ കൂടെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജീരകപ്പൊടി, നോർത്ത് ഇന്ത്യൻ അവർ ജീരകപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പം എല്ലാ ഒരു മസാല ഡിഷിനും ജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യം ഇല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ ജീരകപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് ജീരകം ആഡ് ചെയ്യാം. അത് നമ്മൾ ആ മസാല ചേർത്ത സമയത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത സമയത്ത് ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു ചെറിയൊരു തിക്കായെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാം. ഇതിന് നമുക്ക് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ മഷ്റൂം കൂടി, കുമിള് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂം മസാലയാണ്. അപ്പം ഇത് കുറച്ച് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് മുളക് പൊടി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിട്ടു നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയില ലാസ്റ്റ് ഫൈനലി നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിയിലയ്ക്കൊപ്പം തന്നെ ചേർക്കാൻ പറ്റുന്ന വേറൊരു ഒരു ലീഫ് കൂടിയുണ്ട്, കസൂരി മെത്തി. അപ്പം അതുകൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം നമുക്കത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. തീർന്നു. നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്താൽ മാത്രം മതി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സെർവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി, അതുപോലെ ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമുക്കിതിന് തീ ഓഫ് ചെയ്യാം. നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്.